എമ്പുരാൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? ഞാനും അതെ, കട്ട വെയിറ്റിങ്ങാണ്. പക്ഷേ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒന്ന് പരതി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയാസ്പദമായ നിലയിൽ പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റ് കണ്ടത്. ഇൻസ്റ്റയിലാണ് കണ്ടത്. മാർച്ച് 3-ാം തീയതി പോസ്റ്റ് ചെയ്ത്. അപ്പം ഞാനത് കാണിക്കാം. അത് എൻ്റെ ചെറിയൊരു സംശയം മാത്രമാണ്. ഇതിനെ നിങ്ങൾ ചുമ്മാ ഒരു വരദൂഷണം പോലെയൊക്കെ എടുത്താൽ മതി കേട്ടോ, കാര്യമായിട്ടൊന്നും എടുക്കണ്ട. എൻ്റെ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു തോന്നൽ മാത്രമായിരിക്കും. ഈ കുടുംബശ്രീയിലൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വരദൂഷണം പറയുന്ന പോലെ അങ്ങ് കൂട്ടിയാൽ മതി. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. ഈ പോസ്റ്റിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു ഡൗട്ടിഫിക്കേഷൻ ഓഫ് ഇന്ത്യ തോന്നിയത്. അതായത് ഫിനിഷ് ആൻഡ് ഹാൻഡ് ഓവർ ഫിലിം ആൻഡ് ഓൾ മാർക്കറ്റിംഗ് അസറ്റ്സ് ഓൺ യുവർ ഡയറക്ടറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് പുള്ളി ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമ എമ്പുരാനാണല്ലോ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അതായത് ഒരു ഡയറക്ടർ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാനത് ഹാൻഡ് ഓവർ ചെയ്തു, ഒരു പ്രോഡക്റ്റാക്കി. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദികളാരാ? ആശീർവാദ് സിനിമാസും നമ്മുടെ ലൈക്ക പ്രൊഡക്ഷനും. പുള്ളി അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ഈ പ്രത്യേകം ഒന്നും പറയാത്ത മിണ്ടാത്തതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പുള്ളി ഡയറക്ടർ എന്നുള്ള നിലയിൽ പുള്ളിയുടെ പരിപാടികളെല്ലാം തീർത്ത് അങ്ങോട്ട് കൊടുത്തു. എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കും മണക്കുന്നുണ്ടോ, അതോ ചുമ്മാ വരദൂഷണമാണോ? അതായത് നിങ്ങൾക്കറിയാമല്ലോ, ആശീർവാദ് സിനിമാസിനാണ് കേരളത്തിലെ വിതരണാവകാശം. ഓക്കെ, ബാക്കി ഓവർസീസ് നോക്കുന്നത്, ബാക്കിയുള്ളവർത്തെല്ലാം നോക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഇപ്പോൾ ഈ പ്രൊഡ്യൂസർമാരെന്തോ സമരം നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നില്ല, അത് മാറ്റി വെച്ചോ ഒന്നും എനിക്കറിയത്തില്ല. 27-ാം തീയതി അങ്ങാണ്ട് റിലീസിംഗ് ഒന്നും നടക്കത്തില്ല, അങ്ങനെ ഏതാണ്ടല്ല ഇവർ കിടന്ന് തള്ളുന്നുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കെല്ലാം അദ്ദേഹം തീർത്തു, പ്രോഡക്റ്റ് കൈമാറി. ഇനി എനിക്കൊന്നും അറിയത്തില്ല അതാണോ ഉദ്ദേശിച്ചത് എന്നൊരു സംശയം ഇത് വായിച്ചപ്പോഴേ. ഇനി ഇതിൻ്റെ ബാക്കി നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് ഇൻ ടു അപ്പിയറൻസ് ഫോർ യുവർ നെക്സ്റ്റ് ആസ് ആൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള നിലയിലുള്ള പുതിയ അപ്പിയറൻസ് ആണ് ഇത് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിയലൈസ് യു ഹാവ് ലോങ് മോണോലോഗ്സ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ്സ് നോട്ട് നേറ്റീവ് ടു യുവർ ആൻഡ് സ്റ്റാർട്ട് ബിക്കമിങ് നെർവസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അന്യഭാഷയിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് പെരുമാറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ പുള്ളി അടുത്ത പരിപാടിയിലോട്ട് പോയി, സംഭവം പ്രോഡക്റ്റ് അവരെ കൊടുത്തു. ഇത്ര ആൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു സംശയം. അതിൻ്റെ അത് ചിലപ്പോൾ ഇനി ഉന്തും തള്ളുമൊക്കെ നടക്കുന്നുണ്ടോ എന്നോ, നമ്മളില്ലേ എന്നും പറഞ്ഞ് ഇനി ഇട്ടച്ച് പോയതാണോ എന്നൊരു സംശയം. ആളുകൾ ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. കാരണം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ ആരെയും കാണുന്നില്ല. ഒരു സൈഡിൽ ആളുകൾ പറയും മോഹൻലാലിൻ്റെ സിനിമയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ മാത്രം മതി. പിന്നെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടർ, പിന്നെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ കാര്യമില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ഈ ഹൈപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലല്ലേ ഉള്ളൂ, നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇത് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലൂസിഫർ അന്ന് പാൻ ഇന്ത്യ ആയിരുന്നോ? അല്ലല്ലോ. അപ്പോൾ ഇത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പാൻ ഇന്ത്യൻ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും മറ്റുള്ളവരെയും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ, ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈപ്പൊക്കെ അവിടെയും കൂടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നേ തീരുള്ളൂ. കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. കേരളത്തിലിപ്പോൾ എന്താ പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നു, ഒരു ചെറിയ ചാനലാണ്. പക്ഷേ വലിയ വലിയ പ്രമുഖ ചാനലുകാരുണ്ടല്ലോ, പ്രമുഖ മാധ്യമങ്ങൾ, അവരും എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം 2 വെച്ചിട്ട് ലൂസിഫറിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. എമ്പുരാൻ്റെ റിലീസ് 27-ാം തീയതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രൊമോഷനാണല്ലോ. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും എമ്പുരാൻ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അതേസമയം മറ്റുള്ള ലാംഗ്വേജിലോട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൂടിയേ തീരത്തുള്ളൂ. അവിടെ എന്ത് പറ്റിപ്പോയെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടേ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കും വൻ കോമഡിയായിട്ട് തോന്നുന്നത്. കാരണം സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സിനിമയുടെ പ്രൊമോഷൻ വന്നിരുന്നാൽ ആ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. എന്ത് ചോദിച്ചാലും അത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ കേട്ടോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും, അത് കുഴപ്പമാവും. ഒരക്ഷരം സിനിമയെക്കുറിച്ച് മിണ്ടാൻ പറ്റുമല്ല. പിന്നെ അവരിന്ന് പറയുന്നത് പിന്നെ എന്നാണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെ പോകുന്നു, പിന്നെ വീട്ടിൽ എത്ര പേരുണ്ട്, കുട്ടികൾ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. പണ്ടത്തെ ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങൾ മറ്റേത് മറിച്ചത്, അതെങ്ങനെ ചെയ്തു, ആ ആക്ഷൻ എങ്ങനെ ചെയ്തു, ആ കോമഡി എങ്ങനെ ചെയ്തു, അതുപോലുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. പുറകിൽ ഇവർ അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഒരു പോസ്റ്ററും കാണും. സിനിമയെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല. എന്നാ അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണ് സംഭവം, ശരിയാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞെന്നുള്ളൂ.